പാർക്കിലേക്ക് അങ്ങനെ എത്തിച്ചേരുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ല കാമായിട്ട് ഇരുന്ന് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ മെയിനായിട്ട് 2 പൂളുകളുണ്ട്. ഒന്ന് ഇതുപോലെ കുട്ടികൾക്ക് ബോട്ട് സർവീസിനുള്ളതും ഒന്ന് വലിയവർക്കും കുട്ടികൾക്കൊക്കെ നീന്തി കളിക്കാനുള്ള സ്വിമ്മിംഗ് പൂളുമാണ്. പിന്നെ ഈ സ്വിമ്മിംഗ് പൂള് സ്ത്രീകൾക്ക് അത്ര സ്യൂട്ടബിൾ ആവില്ല, കാരണം എല്ലാ ഭാഗത്തും ഓപ്പൺ ആയി കിടക്കുകയാണ്. എവിടെ നിന്ന് നോക്കിയാലും സ്വിമ്മിംഗ് പൂള് കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് നീന്തം പഠിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് നീന്തം പഠിപ്പിക്കാനൊക്കെ നല്ലതാണ്. കാരണം ഒരു കുട്ടിക്ക് 100 രൂപ കൊടുത്താൽ 2-3 മണിക്കൂർ അവർക്ക് സ്വിമ്മിംഗ് പൂളിൽ ചിലവഴിക്കാനായിട്ട് പറ്റും. പിന്നെ സ്വിമ്മിംഗ് പൂള് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഊഞ്ഞാലകളും സീസോകളും എല്ലാ സാധനങ്ങളും ഉണ്ട്. വലിയൊരു പക്ഷിക്കൂടുകളുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഉള്ളത് ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. നമുക്ക് DJ പാർട്ടിയോ നമ്മളെ ബ്രൈഡ് ട്യൂബിൻ്റെ പാർട്ടി, ബർത്ത്ഡേ പാർട്ടിയോ ഒക്കെ ഇവിടെ നടത്താനായിട്ട് പറ്റും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു റിസോർട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് നമുക്ക് പ്രൈവറ്റായിട്ട് ബുക്ക് ചെയ്താൽ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് പ്രവേശനം ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ പറ്റും. നമുക്ക് പാർട്ടികളൊക്കെ സുഖമായിട്ട് ഇവിടെ നടത്താനും പറ്റും. പറ്റുന്നവരൊക്കെ ഒന്ന് പോയി സന്ദർശിക്കുക. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലവും പാർക്കൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.